കണ്ണൂരിൽ മാതാപിതാക്കളുടെ മുന്നിലിട്ട് യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. തിമിരി സ്വദേശി ശരത് കുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസി ജോസ് ജോർജിനെയാണ് തലശ്ശേരി സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2015 ജനുവരി 27-നായിരുന്നു ശരത് കുമാറിനെ കൊലപ്പെടുത്തിയത്. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, എന്തായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം? ഇപ്പോൾ വിധി എങ്ങനെ? 2015 ജനുവരി 27 രാത്രി 10 മണിയോടെയാണ് മാതാപിതാക്കളായ കുളമ്പുകാട്ടിൽ രാജന്റെയും ശശികലയുടെയും മുന്നിൽ വെച്ച് ശരത് കുമാറിനെ അയൽവാസിയായ പുത്തൻപുരയ്ക്കൽ ജോസ് ജോർജ് കുത്തി കൊലപ്പെടുത്തിയത്. ശരത് കുമാറിന്റെ കുടുംബം പ്രതിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നായിരുന്നു കുടിവെള്ളം എടുത്തിരുന്നത്. ഇത് പ്രതി തടഞ്ഞു. വാക്കുതർക്കത്തെ തുടർന്ന് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പോലീസ് ഓഫീസർമാരായ കെ വിനോദ് കുമാർ, കെ എ ബേബി, എ ബി ജോൺ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ള ഉൾപ്പെടെ 27 സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു. എന്തായാലും ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. കണ്ണൂർ തിമിരി സ്വദേശിയായ പ്രതി ശരത് കുമാർ കൊന്ന കേസിൽ അയൽവാസിയായ ജോസ് ജോർജിനെ ശിക്ഷിച്ചിരിക്കുന്നു. കേസിൽ പ്രതിക്ക് ജീവപര്യന്തമാണ്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. ശരി സുനിൽ.